ऐसा लगता था मानो यह रात कभी ഗതം ഹി नहीं होगी ലേഖകോ ക്യോം ऐसा लगता था ഈ രാത്രി ഒരിക്കലും അവസാനിക്കുകയില്ലെന്ന് തോന്നി. ലേഖകന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? പാഗൽ ആദ്മി ആക്കർ ലഗാതാർ ചീക്താ ചില്ലാത്ത രഹ. ഭ്രാന്തൻ തുടരെ തുടരെ ബഹളം വെച്ചും അട്ടഹസിച്ചും കൊണ്ടിരുന്നു. ബേസിർ പയർക്കെ സവാൽ പൂസ്താ രഹ. പരസ്പര വിരുദ്ധമായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ചാബുക് സെ മാർനെ കി ധംകി ദേത്താ രഹ. ചാട്ടവാർ കൊണ്ടടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേ സബ് ദേഖർ ലേഖക് ബഹുത് ഡർ ഗയേ തേ. ഇതെല്ലാം കണ്ട് ലേഖകന് ഭയം തോന്നി. संकट के समय ऐसा लगता है कि वक्त धीमी गति से चलता है. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ സമയം വളരെ മെല്ലെ പോകുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. സമയ ബിൽക്കുൽ നികൽത്ത നിഹി. സമയം ഒട്ടും തന്നെ നീങ്ങാത്ത ഒരു അവസ്ഥ. രാത് കാ സമയ ഹേ തോ യഹ് ഔർ ഭി ഭയാനക് ഹോഗാ. രാത്രിയിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. കഹാ ജാത്താ ഹെ കി സങ്കട കി ഘടി ലംബി ഹോത്തി ഹെ. ബുദ്ധിമുട്ടുള്ളപ്പോൾ സമയത്തിന് ദൈർഘ്യം കൂടുതലാണെന്ന് പറയാറുണ്ട്. കിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖി ഫിർ ജ്യോം കി ത്യോം വാപസ് രഖ് ദി. യഹാ അപരിചിത വ്യക്തിക്ക കോൺസ മനോഭാവ പ്രകട ഹോത്താ ഹെ. അയാൾ പുസ്തകം തുറന്നു നോക്കി, പിന്നീട് അതുപോലെ തന്നെ അവിടെ വെച്ചു. ഇവിടെ അപരിചിതനായ വ്യക്തിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാവുന്നത്? കിതാബേं देखकर उस अपरिचित व्यक्ति के मन में यह विचार आया होगा कि लेखक पढ़ने लिखने वाले आदमी है. പുസ്തകങ്ങൾ കണ്ടപ്പോൾ ലേഖകൻ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളായിരിക്കുമെന്ന് അപരിചിതനായ വ്യക്തിക്ക് തോന്നിയിരിക്കാം. വഹി ഏസേ ലോഗോ കോ സമ്മാൻ കി ദൃഷ്ടി സേ ദേഖ്താ ഹോഗാ. അത്തരം ആളുകളോട് അയാൾക്ക് ബഹുമാനമായിരിക്കാം. ഹമാരി സംസ്കൃതി മേ കിതാബോ കോ ആദർ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. നമ്മുടെ സംസ്കാരം അനുസരിച്ച് പുസ്തകങ്ങളെ ആദരവോടെയാണ് കാണുന്നത്. इसलिए उसने पिट्ठू के सारे सामान निकालकर फेंकने पर भी किताबों को खोलकर देखने के बाद ज्यों का त्यों वापस रख दी. അതുകൊണ്ടാം അയാൾ പെട്ടിയിലെ എല്ലാ സാധനങ്ങളും എടുത്തു വലിച്ചെറിഞ്ഞിട്ടും പുസ്തകങ്ങൾ മാത്രം തുറന്നു നോക്കി അവിടെ തന്നെ ഭദ്രമായി വച്ചത്. യഹ് ഉസ്കി സംസ്കൃതി സെ ജുഡി ഹുയി ബാത് ഹേ. ഇത് അയാളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗുത്തി സുൽജിനെ സേ ആപ്നെ ക്യാ സംജ. നിഗൂഢത അഴിയാൻ തുടങ്ങി. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഗുത്തി സുൽജിനെ കാ മത്ലബ് ഹേ രഹസ്യ ഗുൽജാന. നിഗൂഢത അഴിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രഹസ്യം പുറത്തു വരിക എന്നാണ്. പാഗൽ ആദ്മീനെ കിതാബോ കോ ഫേങ്കാ നിഹീത. ഭ്രാന്തനായ മനുഷ്യൻ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞിരുന്നില്ല. उसके मन में पढ़ने लिखने वालों के प्रति और गुरुजनों के प्रति आदर की भावന थी. എഴുത്തും വായനയും നടത്തുന്ന ആളുകളോട് അയാൾക്ക് ആദരവായിരുന്നു. इसलिए उसने लेखक के पैर दबाने शुरू कर दिए थे और लेखक की मुट्ठी में 20 पैसे का सिक्का लेकर चला गया. അതുകൊണ്ടാണ് അയാൾ ലേഖകൻ്റെ കാലുകൾ തിരുമാൻ തുടങ്ങിയത്. ലേഖകൻ്റെ ഉള്ളംകൈയിൽ 20 പൈസ നാണയം വെച്ചു കൊടുത്തിട്ട് തിരിച്ചു പോയത്. ഗുരുओं को ആദർ കെ സാത്ത് ദേഖ്ന ഉസ്കാ സംസ്കാർ താ. ഗുരുക്കന്മാരെ ആദരവോടെ കാണുക എന്നത് അയാളുടെ സംസ്കാരത്തിൽപ്പെട്ട കാര്യമായിരുന്നു.